പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. പരിശുദ്ധ സുവിശേഷം ഈശോയുടെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. അവർ 12 വയസ്സായപ്പോൾ ആചാരമനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോകും. ബാലനായ ഈശോയാകട്ടെ ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അവനെ അന്വേഷിച്ചു. എന്നാൽ കാണാനില്ല. അവനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ വേദശാസ്ത്രികളുടെ ഇടയിൽ അവരെ കേൾക്കുകയും അവരോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ഉൾക്കാഴ്ചയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവരോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും അതീവ വ്യസനിച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കുകയായിരുന്നു. അവനവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചതിന് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവൻ അവരോടൊപ്പം ഇറങ്ങിയ സ്വത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു. അവന്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഈശോ ജ്ഞാനത്തിനും ആകാരത്തിനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുവിതാംകൂറിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുനാൾ ദിവസങ്ങളെല്ലാം വലിയ കൂട്ടായ്മയുടെ ആഘോഷമായിരുന്നു. നിങ്ങളുടെ വലിയ കൂട്ടായ്മയുടെ ആഘോഷമായി ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ നല്ലൊരു നാടകം ഡിയാരിച്ചൻ്റെയും ജന്യച്ചൻ്റെയും നേതൃത്വത്തിൽ നിങ്ങൾ നടത്തി. അതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ കൂട്ടായ്മയുടെ പ്രവർത്തിച്ച വലിയൊരു അടയാളമായിരുന്നു അത്. കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ എന്താണ് കൂട്ടായ്മ? ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ കൂട്ടായ്മ ആഘോഷിക്കുക. വിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയാണ്. നാടകം നടത്തിയത് വലിയൊരു കൂട്ടായ്മയുടെ അടയാളമാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ. എന്താണ് കൂട്ടായ്മ? ആഘോഷിച്ചത്, നാടകം നടത്തിയത്, കൂട്ടായ്മ എന്താണ്? എന്താണ് കൂട്ടായ്മ? എന്തെന്ന് പറയേണ്ട, കൂട്ടായ്മ എന്ന വാക്കൊന്ന് വ്യാഖ്യാനിച്ചതെന്നാണ്. എന്താ കൂട്ടായ്മ എന്ന വാക്ക്? നിങ്ങളെ പറയേണ്ടത്, ആഘോഷിച്ച നിങ്ങളെ പറയേണ്ടത്. എന്താണ് കൂട്ടായ്മ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് കുറച്ച് വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകാം. ഒന്നാമത്തെ വാക്ക് ഇല്ലായ്മ. രണ്ടാമത്തെ വാക്ക് പോരായ്മ. മൂന്നാമത്തെ വാക്ക് വല്ലായ്മ. നാലാമത്തെ വാക്ക് കൂട്ടായ്മ. ഇല്ലായ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇല്ലായ്മ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത അവസ്ഥ. പോരായ്മ, പോരാത്ത അവസ്ഥ. വല്ലായ്മ, വല്ലാത്ത അവസ്ഥ. കൂട്ടായ്മ. ബാക്കി 3 വാക്കുകളും പോസിറ്റീവ് വാക്കുകളാണ്. ഇല്ലായ്മ ഇല്ലാത്തതിനെ സൂചിപ്പിക്കുന്ന, പോരായ്മ പോരാത്തതിനെ സൂചിപ്പിക്കുന്നു,
വല്ലായ്മ വല്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. കൂട്ടായ്മ, ഈ 3 വാക്കുകളും നെഗറ്റീവാണ്. പിന്നെ എങ്ങനെയാണ് കൂട്ടായ്മ എന്ന വാക്ക് പോസിറ്റീവ് ആകുന്നത്? ഇമ്മ എന്ന് ചേരുന്ന വാക്കുകളെല്ലാം നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. കൂട്ടായ്മ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടമല്ലാത്ത അവസ്ഥയാണ്. കൂട്ടമല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ വാക്ക് ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ ആഘോഷിച്ചതിനെ സൂചിപ്പിക്കാൻ പറ്റിയ വാക്കാണോ? ആണോ? ആണ്. ആണ്. കൂട്ടം എന്ന വാക്ക് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്താ? കൂട്ടം. പെരുന്നാൾ കഴിയുമ്പോൾ നമ്മൾ പറയും ഒരു കൂട്ടം ആൾക്കാർ ഈ കടകളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ആ കൂട്ടം ആൾക്കാരെ സൂചിപ്പിക്കുന്നത്? എന്താ ആ കൂട്ടം എന്ന വാക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവർ ഒന്നിച്ചു കൂടുന്നതിനെ നമ്മൾ കൂട്ടം എന്ന് പറയാം. നമ്മൾ കൂട്ടായ്മ, നമ്മൾ അപരിചിതരാണോ ഈ ദേവാലയത്തിലുള്ളവരെല്ലാം? അല്ല, പരിചിതരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ വാക്ക് നമ്മുടെ ഇടയിലേക്ക് ചേർന്ന വാക്കാണ്. കൂട്ടായ്മ, പരിചയമുള്ളവരാണ്. ഒരു കൂട്ടം ആൾക്കാരല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണ്. അതുകൊണ്ട് ഈ വാക്ക് നമുക്ക് ചേർന്ന വാക്ക് തന്നെയാണ്. ഈ കൂട്ടായ്മയുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന, ഈ വിശുദ്ധ കുർബാനയുടെ ചെറിയ രൂപം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. നിങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദേവാലയത്തിൽ 2 മേശകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ? ഈ ഒരു മേശ അല്ലെ? ഈ ഒരു മേശയിൽ അൽത്താരയിൽ ഒരു മേശയുണ്ട്, ബലിപീഠം. ഈ മേശയ്ക്ക് പറയുന്ന വേറൊരു പേരെന്താ? ബേമ എന്ന് പറയും. അല്ലാത്തൊരു പേരുള്ളത് ഈ മേശയ്ക്ക്. എന്താ ഈ മേശയ്ക്ക് പറയുന്ന പേര്? വചനത്തിന്റെ പീഠം. ആ ബലിപീഠത്തിന് പറയുന്ന പേരെന്താ? വേറൊരു പേര് അപ്പത്തിന്റെ പീഠം. ഈ 2 കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുമുണ്ട്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാന നമ്മുടെ കുടുംബത്തിലുമുണ്ട്. അതിന് മുമ്പായിട്ട് വചനത്തിന്റെ പീഠമായ ഈ പീഠത്തിന് സംസാരത്തിന്റെ പീഠം എന്ന് പറയും, അല്ലെ? സംസാരിക്കുക, വചനം വ്യാഖ്യാനിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. പഴയ നിയമത്തില് 2 വായനകളുണ്ട്, പുതിയ നിയമത്തിൽ 2 വായനകളുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കാം. സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന വാക്യമിതാണ്: പൂർവകാലങ്ങളിൽ ദൈവം പലവിധത്തിൽ മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. ഈ അവസാന നാളിൽ അവൻ തന്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ദൈവം പോലും മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരോട് സംസാരിക്കാനാണ്. സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. കുടുംബത്തില് പണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ പായിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ സോഫയിലൊക്കെയാണ്. പായിലിരുന്ന് പ്രായം ചെന്നവർക്കറിയാം അല്ലേ? പായിലിരുന്നിരുന്ന് കുരിശ് വരച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കുരിശുവരെയൊക്കെ കഴിഞ്ഞിട്ട് സ്തുതിയൊക്കെ ചെല്ലിട്ട് ഈ പായിൽ തന്നെ ഇരുന്ന് സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഇല്ലേ? സംസാരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. എന്താ സംസാരിക്കുക അവിടെ? ജീവിത പങ്കാളി രാവിലെ മത്തിക്കാലം കൊണ്ടുവന്ന മത്തിയുടെ വലിപ്പം പറഞ്ഞു, അധികം ഇത്രയുള്ള മത്തിയാണുണ്ടെന്ന് പറഞ്ഞു. പിള്ളേർ സ്കൂളിൽ തോണ്ടി ഞോണ്ടി എന്ന കാര്യങ്ങളൊക്കെ പറയും. ഗ്രഹനാഥൻ ജോലി സ്ഥലത്തിലെ കാര്യങ്ങളൊക്കെ പറയും. ഇത് സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംസാരം ഉണ്ടായിരുന്നു. സംസാരിച്ച് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കും. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ദൈവം മനുഷ്യരോട് സംസാരിച്ച് അവനുമായിട്ടൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. ഈ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത്താഴത്തിന്റെ രുചി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അപ്പത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ കുടുംബത്തിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്ന് കുരിശ് വരച്ചതിന് ശേഷം ഒന്നിച്ചുള്ള സംസാരമില്ലെങ്കിൽ, പിണക്കമാണെങ്കിൽ, ധ്യാനമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് ഒരു പിണക്കത്തിലാണെങ്കിൽ നിങ്ങൾ അന്ന് സംസാരിക്കും. കുരിശ് വരച്ചതിന് ശേഷം അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിയുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടും.
അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോൺ വരുന്ന വ്യാജേന ഗ്രഹനാഥൻ മുറ്റത്തേക്ക് ഓടും. സംസാരിക്കത്തില്ല. സംസാരിച്ചില്ലെങ്കിൽ അന്ന് ഒരുമിച്ചുള്ള അത്താഴമുണ്ടോ? ഇല്ല. നമുക്ക് എന്തോ തിരുവിയുള്ള പണിയുണ്ട്, അല്ലെങ്കിൽ അവൾ കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റും. ഈ സംസാരം വളരെ പ്രധാനപ്പെട്ട കാര്യം. സംസാരിച്ചൊരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അത്താഴത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. അത്താഴത്തിന്റെ രുചി ആസ്വദിക്കണമെങ്കിൽ സംസാരം ഉണ്ടാകണം. വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അപ്പത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. അന്നൊക്കെ കുരിശുവരച്ചതിന് ശേഷം സംസാരം അവസാനിപ്പിക്കുന്നത് ആരാന്നറിയാമോ? ആരാ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ സംസാരം അവസാനിപ്പിക്കുന്നത്? ആരെങ്കിലും? അന്ന് ഗ്രഹനാഥൻ എഴുന്നേറ്റ് പറയും, ഇന്ന് ആശംസകൾ അറിയിച്ച എൻ്റെ പ്രിയ പത്നിക്ക് നന്ദി, കാര്യങ്ങൾ പങ്കുവെച്ച എൻ്റെ മക്കൾക്ക് പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞാണോ അവസാനിപ്പിക്കുക? ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഒറ്റ ഡയലോഗ്. ഏതാ ഡയലോഗ് എന്നറിയാമോ? എടി ചോറ് തീർന്നു, സംസാരം തീർന്നു, സംസാരം തീർന്നു. ഇനി അത്താഴം, അത്താഴത്തിലേക്ക് പോവുക. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. വചനത്തിന്റെ പീഠമായ ഈ പീഠത്തിൽ നിന്ന് വൈദികൻ ദൈവജനത്തോട് സംസാരിക്കാം. 4 വായനകൾ വായിച്ചു, അതിനുശേഷം സുവിശേഷം പ്രസംഗിച്ചു. ദൈവജനവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക, ഒന്നാകുക എന്നതിന് ശേഷമാണ് അത്താഴത്തിലേക്ക് പോവുക. ഇനി നമുക്ക് വൈദിക പക്ഷത്തിലല്ല പറയാം, മതി, സംസാരിച്ചത് മതി, നമ്മളൊരു ബന്ധത്തിലേക്ക് ആയിരിക്കുക, നമുക്കിനി അത്താഴം കഴിക്കാനായിട്ട് പോകാം. ഇതിന് ഈശോയുടെ ജീവിതത്തിലുണ്ട്. ഈശോ എത്രയോ അത്താഴങ്ങൾ കൂടിയിട്ടുണ്ട്, എത്രയോ അത്താഴങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. പക്ഷെ അവന്റെ അവസാനത്തിന് അത്താഴത്തിന് എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു, എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം ഈ 3 വർഷം അവൻ സംസാരിക്കുകയായിരുന്നു. സംസാരിച്ച് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. ഈ ബന്ധത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അവൻ പറയാ, ഇനി നിങ്ങൾക്ക് അത്താഴത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അത്താഴത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളാണ് സംസാരം, പ്രാർത്ഥന, അത്താഴം. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് ഒരു ഇടർച്ചയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഇടർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുക. 3 കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുക: കുടുംബ പ്രാർത്ഥന, സംസാരം, അത്താഴം. ഈ 3-ൽ ഒന്നിന് ഇടർച്ചയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഇടർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുകുടുംബത്തിൻ്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ കുടുംബത്തിലുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഒന്നിച്ചുള്ള പ്രാർത്ഥന, ഒന്നിച്ചുള്ള സംസാരം, കൂട്ടായ്മയിലുള്ള സംസാരം, ഒന്നിച്ചുള്ള അത്താഴം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ കുടുംബത്തെ വിശുദ്ധ കുർബാനയാക്കി മാറ്റുക. മാതാപിതാക്കളോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളോടാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ആദിമ മാതാപിതാക്കൾക്ക് ഏതേലും തോട്ടം തമ്പുരാൻ ഏൽപ്പിക്കുമ്പോൾ അവർ കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വം, 2 ഉത്തരവാദിത്വമാണ്. അത് ഉൽപ്പത്തിയുടെ ഗ്രന്ഥം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതേലും തോട്ടം നൽകുമ്പോൾ അവർക്ക് മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഏതേലും തോട്ടം തമ്പുരാൻ നൽകിയപ്പോഴും നൽകിയ വലിയ ഉത്തരവാദിത്വമാണ് ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. മക്കളെ ശുശ്രൂഷിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും വീഴ്ച വരുത്തരുത്. എന്താണ് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അവരുടെ അഭിമാനബോധത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. നമ്മുടെ മക്കളുടെ അഭിമാനബോധത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നമുക്കുണ്ടാകരുത്. അവരെ എന്നും സംരക്ഷിക്കുന്നവരായിട്ട് മാറുക. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ വൈദികരോട് ചോദിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്?
ആ ഉത്തരവാദിത്വം സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലേവി ഗോത്രത്തെ തമ്പുരാൻ ഉയർത്തുമ്പോൾ, പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. വൈദികനായാലും മാതാപിതാക്കളായാലും ദൈവം തമ്പുരാൻ നൽകുന്നത് ഒരേ ഉത്തരവാദിത്വം. സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക. ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനും തമ്പുരാൻ ഞങ്ങളെ വിട്ടേക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ചൈതന്യവും സംസാര ശീലവും ആ ഒന്നിച്ചുള്ള അത്താഴത്തിൻ്റെ വലിയ മാഹാത്മ്യവും നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്വമാണ് ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. അത് വൈദികനായാലും മാതാപിതാക്കളായാലും തമ്പുരാൻ നൽകുന്ന ഒരേ ഒരു ഉത്തരവാദിത്വമാണ്. നമുക്കെല്ലാവർക്കും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.